എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഏത്തയ്ക്കാ ബോളി ഉണ്ടാക്കാം. പഴംപൊരി പഴംപൊളി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണേ. ആദ്യം നമുക്ക് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം കേട്ടോ. ഇത് ബീഫും കൂട്ടി കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദാമാവും വേണേ. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വേണ്ടുന്നത് 1/2 സ്പൂൺ കടലമാവ് ഇടണേ. കടലമാവ് ഇട്ടുണ്ടാക്കിയാൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1/2 സ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ അതൊന്ന് കൂടുതൽ ക്രിസ്പി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഒത്തിരി കൂടി പോകരുത്. പിന്നെ സാധാ പച്ചവെള്ളമാണ്, ആ പച്ചവെള്ളത്തിൽ ഒരു ഇച്ചിരി ഉപ്പ് കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ എടുത്ത് അത് ഒത്തിരി അങ്ങ് ലൂസും ആകണ്ട, ഒത്തിരി തിക്കും ആകാത്തൊരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ പഴം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ലപോലെ പഴുത്ത് പോയി. ഇത് പുഴുങ്ങിയാലൊന്നും പിള്ളേർ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കണം. ഇത് പഴമായിട്ടങ്ങ് പുഴുങ്ങി കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് പഴുത്ത് പോകുമ്പോൾ എന്തോ മാതിരിയാണേ. അപ്പോൾ ആ പഴം 2ആയിട്ട് മുറിച്ചാൽ മതിയേ. അപ്പോൾ 3 പീസ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും ആ ബാറ്ററി മുക്കി 2 പീസ് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഒത്തിരി പഴുത്ത് പോയാൽ ഇത് കട്ട പിടിക്കുവേ, ചേർന്നിരിക്കും. അതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് എണ്ണയ്ക്കകത്തല്ലല്ലോ ഉണ്ടാക്കുന്നത്, അത്യാവശ്യം എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നുള്ളേ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം കേട്ടോ. ഇപ്പോൾ അപ്പൂന് ഒത്തിരി ബ്രൗൺ കളർ ആകുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ എടുക്കുവേ. പിന്നെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. എന്നിട്ട് ബീഫും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചുമ്മാ കഴിക്കാനും നല്ലതാണ്. പിന്നെ ഒത്തിരി പഴുത്ത് പോയതാണ്ട് പിള്ളേർക്ക് മടിയുണ്ട് കഴിക്കാനേ. അന്നേരം നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പഴം കഴിക്കാൻ വലിയ മടി അവർക്ക്. ഒരു പരിധിയുണ്ട് അതിന് മേലെ പഴുത്ത് പോയാൽ കഴിക്കുകയില്ല, അത്യാവശ്യം പഴുത്തില്ലേ കഴിക്കുകയില്ല. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയാണ് കണ്ടോ. ഇപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ആ ബീഫിൻ്റെ ആ എരിവും ഒക്കെ കൂടെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ മധുരം കൂടെ ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ഇടുമ്പോൾ ഒത്തിരി മധുരമൊന്നും വരികയില്ല, അതിൻ്റെ പുറത്തെ മാവിന് മാത്രം ഒരു ലൈറ്റ് മധുരം വരുന്നുള്ളേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. കടലമാവിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കടലമാവൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇപ്പം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നെല്ലിക്കായും വെളുത്തുള്ളിയും നമ്മൾ തേൻ്റെ അകത്തിട്ടായിരുന്നല്ലോ, നെല്ലിക്ക തേൻ വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ 10 ദിവസമായേ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഇടയ്ക്ക് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യമേ നെല്ലിക്ക കേട്ടോ കാണിക്കുന്നത്. നെല്ലിക്ക നമ്മൾ പച്ചയ്ക്ക ഇട്ടേക്കുന്നത്, നല്ല ഞാൻ അന്ന് കാണിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആ നെല്ലിക്കയുടെ നീരൊക്കെ കൂടെ കൂടി നമ്മുടെ ആ നെല്ലിക്കയ്ക്ക് അതോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആ തേൻ കൂട്ടി കഴിച്ചപ്പം ഒരു അരിഷ്ടം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഒരെണ്ണം വെച്ചാൽ നമ്മൾ കഴിക്കാറില്ല. ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചല്ലോ, അതുപോലെ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു വെളുത്തുള്ളി താഴ്ന്ന് വരത്തില്ലെന്ന് പറഞ്ഞില്ലേ. വെളുത്തുള്ളി ഇത്രയും 10 ദിവസമായിട്ടും താഴ്ന്ന് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കും. ഞാൻ അന്ന് വീഡിയോക്കകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളെ ഇടയ്ക്ക് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റേജ് എന്നായെന്ന് ഞാൻ കാണിക്കും. ഇതുപോലെ ഇച്ചിരി തേനും ഒരു വെളുത്തുള്ളിയും അങ്ങനെ കേട്ടോ നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പം നെല്ലിക്കയൊക്കെ ഇഷ്ടംമാതിരി കിട്ടുന്ന സമയം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഇച്ചിരിയൊക്കെ തേനൊക്കെ മേടിച്ച് ഉണ്ടാക്കിയൊക്കെ കഴിച്ചൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.